അമ്മേ എന്നാടാ ഇന്ന് കുക്കിംഗ് വീഡിയോ ആണോ? ഇന്ന് കുക്കിംഗ് വീഡിയോ എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് പോകുന്നുണ്ട്. ചെറിയൊരു ഔട്ടിംഗ് പോകുന്നുണ്ട്. നമ്മളൊരു ഫാമിലി ടൂർ പോവാണ് കേട്ടോ. അതെ അതെ. എവിടെയൊക്കെ നമ്മള് ഒരു ഡാം അത് മാത്രം എനിക്കറിയാം. ഡാമാണ്, പക്ഷെ ഡാമിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് അവിടെ ചെന്നിട്ട് പറയാടാ. അവിടെ കാണിച്ചോണ്ട് പറയാം. നമുക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത്. നമ്മൾ ഫാമിലി ടൂറാണ്. എല്ലാവരും ഉണ്ട്. ഞാനും നിമിഷയും പിള്ളേരും ചാച്ചനും എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങൾക്ക് ഓഫ് ഒരുമിച്ച് കിട്ടി. അത് തന്നെയല്ല, ഞങ്ങൾ ഇപ്പോൾ പോകുന്നതിൽ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡൊക്കെ പൊതിച്ചോറ് പൊതിഞ്ഞോണ്ടാവട്ടോ പോണത്. ഞങ്ങൾക്ക് അവിടെ പോയിരുന്ന് നമുക്ക് പോയിരുന്ന് കഴിക്കാം. ഞങ്ങൾ വഴിയിൽ നിന്ന് ഒന്നും വാങ്ങിക്കുന്നില്ല അല്ലേ? അതെ. ഞങ്ങൾ ഇന്ന് ഒരു ടൂറ് പോവാണ്. ടൂർ പോകുമ്പോഴേ ഞങ്ങളൊരു സൂപ്പർ പൊതിച്ചോറായിട്ടൊക്കെ കാണാൻ പോകുന്നത് അല്ലേ? അതെ. ഞാൻ കുറേ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളെ ചോറ് പൊതി കിട്ടുമ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാ. ചമ്മന്തി എന്ന് പറഞ്ഞാൽ മുളക് ചുട്ടര ചമ്മന്തി ഇല്ലേ, ആ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണേ, പുളിയൊക്കെ വെച്ചുള്ള. പക്ഷേ നമുക്കിവിടെ ഓരോ മുളക് ചൂടാൻ ഭയങ്കര പാടായതുകൊണ്ട് നമുക്കിവിടെ അടുപ്പ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇതേ ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് ഇതേ 5 മുളക് ഇട്ടെന്ന് വറുത്തെടുക്കുക കേട്ടോ. ഞങ്ങളുടെ റീപ്പിന് ഇവിടെ കേട്ടോ. റീപ്പ ഐഫോൺ എൻ്റെ പൊന്നോ, ഫോണൊന്നും എടുത്ത് കളയല്ലേ. കുളിച്ച് തുന്തരനായിട്ട് ഡ്രസ്സ് മാറി നിൽക്കട്ടെ ഞങ്ങളുടെ റീപ്പ്. ഞങ്ങളുടെ മിറാപ്പും അവിടെ ഇരിപ്പുണ്ട്. മിറപ്പോ ഡ്രസ്സ് ഒന്ന് കാണിച്ചു എല്ലാവരും. മിറക്കോട്ടിൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു എല്ലാവരും. സൂപ്പർ ഡ്രസ്സ്. ഇത് ഏത് പ്രിൻസസ് ആണെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഇതേ നമ്മുടെ മുളകൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇതുണ്ട് 2 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയില്ലേ ഉണ്ടോ, ഇത്ര ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ മുഴുപ്പ് പുളിയാട്ടോ ഞാൻ എടുത്തേക്കണേ. ഇതിങ്ങനെ പിച്ചി ചീന്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മുളകില്ലേ, മുളകിനെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. ഇനി ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അതെ, നിമിഷം റെഡി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഹായ്. ഇന്നൊരു പ്രത്യേകത ഉണ്ടടാ. എല്ലാവരും നീലയും വെള്ളയും മയവാ. എല്ലാവരും നീലയും വെള്ളയാണല്ലോ. എൻ്റെ ഒരു വേറൊരു ടൈപ്പ് നീല, പക്ഷെ എന്നാലും നീല എന്ന് പറയാല്ലേ. അതെ അതെ. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടാം. എന്നിട്ട് ഞാൻ അരച്ച് ചമ്മന്തി ആയിക്കൊണ്ട് വരാം കേട്ടോ. ഓക്കെ. ഓർക്കണ്ട വരും. ദീപിന്റെ മുടി ഞങ്ങൾ എന്താ വെട്ടിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ കുറിച്ച് ശക്തമായ വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ? അല്ല, ഭയങ്കരമായിട്ട് ആലോചനയിലാണ്. അതിന് ഒരു കൂട്ടർ സമ്മതിക്കുമ്പോൾ ഒരു കൂട്ടർ സമ്മതിക്കുകയല്ല. ഒരു കൂട്ടർ വെട്ടണം. ചാച്ചനും നിമിഷം വെട്ടണ്ടെന്നുള്ള കൂട്ടത്തില് ഞാനും ഇവരൊന്ന് വെട്ടിയാൽ കൊള്ളാന്നുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് വെട്ടരുതെന്നും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ധർമ്മസങ്കടത്തിലാണ്. നമുക്ക് നറുക്കിടേണ്ടി വരും. അല്ലെങ്കിൽ മുടിയൊക്കെ നീട്ടിയാലോ നന്നായിട്ട്. എനിക്കതാ ഇഷ്ടം. ഡാഡയുടെ പഴയ കോലത്തിലേക്ക് റീവിനെ കൊണ്ടുപോയാലോ. അമ്പതേ നമ്മുടെ ചമ്മന്തി നല്ല സൂപ്പറായിട്ട് അരച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ്. ഈ ചമ്മന്തി പാത്രത്തിലോട്ടാകട്ടെ. പിന്നെ ചമ്മന്തി പ്രാർത്ഥനയോടെ സത്യത്തിൽ അങ്ങനെ നാക്കൊന്ന് വിളിക്കുകയായിരുന്നു. അത് പോട്ടെ. പിന്നെ നമുക്ക് പൊതിച്ചോറാകുമ്പോൾ മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമുണ്ട്. മുട്ട പൊരിച്ചത്. അപ്പം ഇത് നമുക്ക് എടുത്തു വെച്ചിട്ട് നമുക്ക് മുട്ടയും കൂടെ പൊരിക്കാം കേട്ടോ. മറ്റേ പൊതിച്ചോറാണോ അത് ഞങ്ങൾ റെഡി ആയില്ലേ? നിങ്ങൾ റെഡി ആയില്ലേ? പൊതിച്ചോറ് റെഡി ആയില്ലേ? എല്ലാം റെഡി ആയില്ലേ? പോക്കടക്കുള്ളൂ. അയ്യോ, ഞങ്ങളിപ്പോ റെഡി ആവാം. റെഡി ആക്കണ്ടേ നമ്മളോ? പിന്നെ പൊതിച്ചോറ് കൊണ്ടുമ്പോൾ ഞാൻ രാവിലെ കാപ്പി പോലും കുടിക്കാൻ ഇരിക്കുക. അത് ശരി. പൊതിച്ചോറാണ് അല്ലേ? ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. നൊസ്റ്റാൾജിയ. വേണ്ട. ചമ്മന്തി റെഡി ആയിട്ടോ. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചമുളക് കേട്ടോ. നല്ല കാന്താരിയുള്ളവരാണെങ്കിൽ കാന്താരി മുളകൊക്കെ ഇട്ടാൽ സൂപ്പറായിരിക്കും കേട്ടോ. നമ്മളതില്ലാത്തതുകൊണ്ട് പച്ചമുളക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ വേണ്ടത് ഇഞ്ചി, ഇത് ശകലം കറിവേപ്പില. പിന്നെ നമുക്ക് ഇത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്തോട്ട് ഞാനൊരു ചെറിയ ഉള്ളിയുടെ ഇട്ടേ. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഞാൻ ഒന്ന് മുറിച്ചിട്ടാട്ടോ ഇടണേ. അതായത് കല്ല് പോലെ ഇരിക്കുമല്ലേ. എന്നിട്ട് അതിനാവശ്യത്തിനുള്ള ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടു. ഞാനൊരു 4 മുട്ട പൊരിക്കണുണ്ട് കേട്ടോ. ഞാൻ അരച്ചുകൊണ്ട് വരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി കേട്ടോ. അത് നമ്മുടെ തേങ്ങ ചെറുതായതുകൊണ്ടാണ്, ചിരണ്ടിയത് ചെറുതായതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കണേ. ഒന്ന് ഒതുക്കി വെച്ച് നമുക്കത് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മൈക്ക് കൊടുത്താൽ പറയും. ഞാൻ പാടുന്നു. പറയുന്ന ഇങ്ങനെയൊന്നുമല്ല. ഞാൻ പാടും. ഏതോ സിനിമയുടെ ഡയലോഗ് ഇങ്ങനെ കാണിക്കണം. ഞാൻ പാടും പറഞ്ഞേ. എനിക്ക് കുറെ നേരം പറയാൻ തുടങ്ങിയിട്ട്. അങ്ങനെ മുട്ട പൊരിച്ചിടാൻ തുടങ്ങി കേട്ടോ. എടി നിരക്കോട്ടാ മൈക്ക് അമ്മയുടെ കൊടുക്കും. അല്ലെങ്കിൽ നീ പാട്ട് പാടണം അല്ലേ മാ? എന്റെ കൊച്ചു പാട്ട് പാടിക്കണം. വണ്ടി എടുത്ത് പാടൂടാ. വണ്ടി ഇരുന്ന് പാടും. കൊച്ചു പാടാൻ പിടിക്കുക.
ഇച്ചിച്ചിയോ കഴിക്കുമ്പോൾ ഇച്ചിച്ചി എന്ന് പറയാറില്ലേ? അതെ അതെ ഈ അവസ്ഥ കഴിയാൻ പറ്റിയ ചേച്ചി അല്ലേ? മമ്മമ്മ വന്നിട്ടുണ്ട്. മമ്മമ്മ ഹലോ മമ്മമ്മ. മമ്മതിന്റെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. മമ്മദൂഞ്ഞ് വന്നിട്ടുണ്ട്. മമ്മദൂഞ്ഞേ ഞങ്ങളുടെ പേര് മാറ്റി റീപ്പിന്ന് മാറ്റി മമ്മദൂഞ്ഞാക്കി ഞങ്ങള്. മമ്മദൂഞ്ഞേ അമ്മതി നമ്മുടെ കല്ലിലേക്ക് എണ്ണ ഒഴിച്ചു. ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുന്നേ മേടിച്ചൊരു ഇതാണ് കേട്ടോ അല്ലേ? ദോശക്കല്ല് മാതിരി കേട്ടോ. സൂപ്പർ കല്ല്. ഇതിന് ചിരിക്കുന്ന എന്റെ മേത്ത് പിടിച്ചോണ്ട് റീപ്പ്. അവന് പറഞ്ഞ് ഭയങ്കര തമാശയായി പോയല്ലോ. റീപ്പു ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു കല്ലാണ് കേട്ടോ. ഇത് സൂപ്പർ കല്ലല്ലേ? നല്ല കല്ല. എന്റെ സെലക്ഷൻ. അമ്മ മേടിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മേടിക്കണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞടാ ഞാനാ മേടിക്കണമെന്ന് പറഞ്ഞു. അമ്മയല്ല മേടിക്കണമെന്ന് പറഞ്ഞത്. കൊണ്ടോ എല്ലാം ഇങ്ങനെയാണ്. അമ്മയ്ക്ക് മേടിക്കണ വേണ്ടെന്നുള്ള സംശയം ഉണ്ടാകുന്ന സാധനം. ഞാനാണത് ഉറപ്പിച്ചു പറഞ്ഞത് അമ്മ നല്ലതായിരിക്കും മേടിക്കാൻ. എന്താണേലും മകനല്ലേ വിട്ടുകൊടുത്തേക്കാം. ഓ വിട്ടുകൊടുത്തേക്കാം. ഏതായാലും സൂപ്പർ സാധനമാണ് കേട്ടോ. അതെ അതെ അതെ. നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇതാട്ടോ ഓരോരുത്തർക്ക് ഇതാണ് ഒരാളെ ഒരാടെ മുട്ട കേട്ടോ. മുട്ട കുഞ്ഞു മുട്ട അല്ലേ? കുഞ്ഞു മുട്ട ഇത് പയ്യൊന്ന് മൂടി വെച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ മുട്ട എന്നായി നോക്കാം കേട്ടോ. നല്ല മണം അല്ലേ? തന്നെ ആ തേങ്ങ ഇട്ടേക്കണോണ്ട് ഒരു പ്രത്യേക മണം അത് മരിഞ്ഞു വരുമ്പോ അല്ലേ? എല്ലാവർക്കും മുട്ട പൊരിക്കാനൊക്കെ അറിയായിരിക്കും കേട്ടോ. മുട്ട പൊരിച്ചതൊക്കെ എന്തിനാ കാണിക്കണേ നിങ്ങൾ ഓർക്കും. ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ബാക്കി കറിയൊക്കെ ഓൾറെഡി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ രീതിയിൽ നിങ്ങൾ മുട്ട പൊരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉറപ്പായിട്ട് ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തോണം. തേങ്ങ ഇതുപോലെ ഒരു മുട്ട പൊരിച്ചു നോക്കണം. മുട്ട പൊരിച്ച പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അല്ലേ? അത് തന്നെയല്ല നമ്മൾ ഓഫീസിൽ പോകുന്നവർക്ക് അങ്ങനെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് പൊതിച്ചോറ് കിട്ടുന്നതിന് ഏറ്റവും നല്ല സാധനമാണ് ഈ ചമ്മന്തിയും ഈ മുട്ട പൊരിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ അത് രണ്ടും ഞങ്ങൾ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതേ മറിച്ചിടാനായിട്ട് ഹൗസ് കയറിയിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ. ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ വീർത്ത് വന്നു. അതെ അതെ വലിയ മുട്ടയാവേ. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാവുമല്ലോ. തീ ഓഫ് ചെയ്യുക കൂടെ ചെയ്യാം അല്ലേ? അതെ അതെ അതെ. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും പൊരിക്കാനുള്ള ഓഫ് ചെയ്യാത്ത. ഞാൻ പക്ഷേ കുറച്ച് വെച്ചിട്ടുണ്ട്. മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇനി തീയുടെ ആവശ്യമില്ല ശരിക്കും മുട്ടയ്ക്ക്. അങ്ങനെ മുട്ട ഭയങ്കര ഇഷ്ടമുള്ളവരാണ് കേട്ടോ. ചിലർക്ക് നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെ നിർബന്ധമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കഴിക്കാം. നമ്മളിപ്പോൾ കുറച്ച് വെച്ചിട്ടേ ഉള്ളൂ. കാരണം നമുക്ക് അടുത്ത് ഓൾറെഡി ഇനി 3-4 മുട്ട കൂടെ പൊരിക്കാനുണ്ട്. അതുകൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഉണ്ടോ? ഇതാണ് മുട്ട. സൂപ്പർ മുട്ട പൊരിച്ച കേട്ടോ. ചോറൊക്കെ കൊണ്ടുമ്പം നമ്മൾ പൊതിച്ചോറ് കിട്ടുന്നതാണ് ഇതിന് പ്രത്യേക രുചിയാണ് ഇതിനെ. അപ്പം അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് കെട്ടാൻ പോകാൻ കേട്ടോ. നമ്മൾ കറികളെല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് നല്ല മോരുകറിയാണ്. മോരുകറി നല്ല കുറുക്കുകാളം പോലെ. കാരണം ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടല്ലേ ചോറിനകത്ത്. ഇത് നമ്മൾ ചിലപ്പോൾ കുപ്പിയിലെടുക്കാം കേട്ടോ. നമുക്ക് ചോറിനകത്ത് ഒഴിക്കാതെ. ഇത് നമ്മളുണ്ടാക്കിയത് നമ്മുടെ ചമ്മന്തി. പിന്നെ ഇത് ഉണക്കപ്പയർ മെഴുക്കുവരട്ടി വെച്ചതാണേ. ഉണക്കപ്പയർ മെഴുക്ക് വരട്ടി. ഇത് നമ്മുടെ മുട്ട. ഇത് നമ്മുടെ കാബേജ് തോരന്. ഇത് കടുകുമാങ്ങ അച്ചാർ ഇട്ടോ കേട്ടോ. കടുകുമാങ്ങ അച്ചാർ ഇതൊക്കെ എപ്പോൾ ഇട്ട കടുമാങ്ങ അച്ചാർ ഞാൻ അറിഞ്ഞ പോലും. 2 ദിവസം മുമ്പ് ഇട്ട് വെച്ചാടാ. സൂപ്പർ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പൊതി കേട്ടാ കേട്ടോ. നല്ല ഒറിജിനൽ വാഴയിലാണ്. സൂപ്പറായിരുന്നു കേട്ടോ. ഇവിടെ അതിന് നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഇല വാങ്ങിച്ച ഇലയാ കേട്ടോ. അച്ചാറിടാം കേട്ടോ. മോരുകറി കുപ്പിയിലെടുക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഒഴിക്കണില്ല കേട്ടോ. നമുക്ക് മുട്ട വെക്കാം. പിന്നെ പൊതി കേട്ടോ. ഇനി 4 പൊതിച്ചോറ് ഇങ്ങനെ കിട്ടും. എന്നിട്ട് മിറയ്ക്ക് പിന്നെ ഒരു ചെറിയ പൊതി ചോറും നെയ്യും പപ്പടം മാത്രം മിറക്കിടുള്ളൂ കേട്ടോ. വേറെ ഒന്നും അവൾ കൂട്ടിയല്ല. അതുകൊണ്ടാണേ. അങ്ങനത്തെ നമ്മുടെ 4 പൊതിച്ചോറ് പടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മെറക്കോട്ടിന്റെ ചോറാട്ടോ. ഇതിനകത്ത് ചോറും പപ്പടവും നെയ്യും മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. കാരണം കറി ഒന്നും വെച്ച് ചിലപ്പോൾ തിന്നാൻ വഴിയില്ല. നമ്മൾ കഴിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കണ്ടേ ഇതൊക്കെ എന്നതാ ഏതാന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ഒരു പൊതി കിട്ടിയെന്നേ ഉള്ളൂ കേട്ടോ. രാവിലെ 8 മണി റെഡി ആയിട്ട് ചാച്ച നമുക്ക് ഇറങ്ങിയാലോ? ആണോ?
കുഞ്ഞു വാഴയ്ക്ക് കുഞ്ഞു പൊതിച്ചോറ് അല്ലേ? ഈ ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ടല്ലോ, ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ടല്ലോ മേളിൽ കൂടെ. ഫയറിന്റെ ഫയറിന്റെ ചിലപ്പോ ശരിയായി എയർ ആംബുലൻസ് ആണ് കേട്ടോ. ഇവിടെ നിമിഷയുടെ ഹോസ്പിറ്റലിൽ നിന്ന് സിഡ്നിയിലേക്ക് പോകുന്ന അല്ലേ എയർ ആംബുലൻസ് അല്ലേ? ഡ്രൈവർ മാറിയല്ലോ. ഇതന്നെ ഡ്രൈവർ മാറിയ ചാച്ചൻ ഓടിക്കുന്നില്ലേ? എന്നാ ഓ ഇന്റർനാഷണൽ ലൈസൻസ് ചാച്ചൻ എടുത്തില്ല അല്ലേ? ശരി 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 ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വണ്ടി വന്ന് കയറിയപ്പോഴത്തേക്കും നിമിഷ ഡ്രൈവർ സീറ്റിൽ കയറിയിട്ടുണ്ട്. എടേ അറിയാവോ എങ്ങോട്ടാ പോകുന്നതെന്ന്? ബനഡോങ് ഡാം. ചിഞ്ചിരി ഡാഡി, ചിഞ്ചിരി ഡാഡിന്റെ അടുത്താണല്ലോ ഇരിക്കുന്നത്. സുന്ദരൻ എന്ത് ചെയ്യും? വേറെ സുന്ദരൻ ഉറങ്ങിയൊന്നുമില്ല. ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെ സുന്ദരം കാണിച്ചിട്ടോ. സോളാർ പാടങ്ങളുണ്ടോ? ഈ ഇടതുവശത്ത് കാണുന്ന മൊത്തം സോളാറാണ് കേട്ടോ. സോളാർ പാടങ്ങൾ എന്ത് ലജാ. പക്ഷെ ഇവിടെ നോക്കിയാൽ വേണാണ്ട് തടാകന്മാരെ തോന്നുന്നു. നമുക്ക് എന്തോ ലേക്ക് പോലെ തോന്നുന്നു. ഇതെല്ലാം സോളാറാണ്. ഈ വഴിക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജയിൽ ഇവിടെയാണ് കേട്ടോ. നിങ്ങളെ ഞാൻ എന്റെ ജയിലും കൂടെ ഒന്ന് കാണിച്ചു തരാം. അല്ല എല്ലാവർക്കും ജയിലൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അകത്ത് കയറാൻ പറ്റില്ല അല്ലേ? അകത്ത് കയറാൻ പറ്റില്ല. അകത്ത് കയറണമെങ്കിൽ പ്രത്യേക പെർമിഷൻ വേണം. അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ദിവസമാണെങ്കിൽ എന്റെ ID കാർഡ് വെച്ച് കയറാം. ഇതാണ് കേട്ടോ നമ്മുടെ എന്റെ ജയിലിന്റെ അതിന്റെ ഫെൻസ് ഇവിടുന്ന് കാണുമ്പോൾ ഒന്നുമില്ല കേട്ടോ. പക്ഷേ അതിനകത്ത് കയറി കഴിയുമ്പോൾ വേറെ ലോകമാണ്. അതുപോലെ തന്നെ എവിടെ ആ കാണുന്നത് ഞാൻ വർക്ക് ചെയ്ത് ചെയ്യാറുണ്ട്. അതാണ് വെല്ലിംഗ്ടൺ ജയിൽ. ഇതാണ് കേട്ടോ. അതെ നമ്മുടെ ഗേറ്റ് അവിടെ കേട്ടോ. അതിന്റെ അകത്തോട്ട് അങ്ങോട്ട് നമുക്ക് ID കാർഡൊക്കെ വെച്ച് കയറി പോകണം. തൽക്കാലം നമുക്ക് യൂട്ടേൺ അടിക്കാം അല്ലെ? ബുള്ളറ്റ് വരുന്നതിന് മുന്നേ അല്ലേ? വെടിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ അകത്ത് തന്നെ കിടക്കേണ്ടി വരും. ജോലി ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇവരിപ്പോ ഈ സെക്യൂരിറ്റി ഇവിടെ എച്ചാനെപ്പോലുള്ള കറക്ഷൻ ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ ഈ സൈഡ് വരുവും. ഇവിടെ അവരുടെ വണ്ടികൾ അവിടെ കൂടുതൽ കാണുന്നതല്ല. അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്. ചാച്ചാ മമ്മി ഇന്നലെ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. നമ്മുടെ സൗദിയിലേക്കും ദുബായിലേക്കും ഒക്കെ ക്യാമൽസിനെ കൊണ്ടുവരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അതിനെപ്പറ്റി. ഇവിടെ ഒത്തിരി ക്യാമലുകളുണ്ട്. ഇവിടെ നമ്മുടെ ഇവിടെ അല്ല, നമ്മുടെ ഓസ്ട്രേലിയയുടെ നടുഭാഗം ഇല്ല അമ്മ. ഓസ്ട്രേലിയ നടുഭാഗത്ത് ഒരു മനുഷ്യൻ പോലും താമസിക്കുന്നില്ല. മൊത്തം മരുഭൂമിയാ. അപ്പൊ ആർക്കും അവിടെ താമസിക്കാൻ ഒന്നും പറ്റത്തില്ല. അവിടെയാണ് ഒത്തിരി ക്യാമലുകളുണ്ട്. അപ്പം നമ്മുടെ സൗദിയിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ക്യാമലുകൾ കയറ്റി കൊണ്ടുപോകുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ. വിശ്വസിച്ചില്ല. അതെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. ശരിക്കും സത്യവാ. മിഷയുടെ ഞാനും ഓസ്ട്രേലിയ ഒട്ടകം ഇല്ലാന്നാണോ? നമ്മുടെ ഗൾഫ് നാടുകളിൽ ഉള്ള പോലെ തന്നെ ഒട്ടകങ്ങള് ഓസ്ട്രേലിയയിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ. കാരണം അത് ഓസ്ട്രേലിയയുടെ നടുഭാഗത്താണ്. നമുക്ക് ആർക്കും താമസിക്കാം. ഓസ്ട്രേലിയയിൽ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ കൂടുതൽ താമസിക്കുന്നത് ഓസ്ട്രേലിയയുടെ ചുറ്റും. അതായത് ഓസ്ട്രേലിയ മാപ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ടർ റിങ്ങിൽ നമ്മളൊരു വര വരച്ചു കഴിഞ്ഞാൽ ആ തീരപ്രദേശങ്ങളിൽ മാത്രമായിട്ട് ആൾക്കാർ താമസിക്കുന്നുള്ളൂ. പിന്നെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഈ ഡബ്ബോ പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ്. ബാക്കി നടുഭാഗം ഒന്നും ആർക്കും താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളാണ്. അതാണ് ഓസ്ട്രേലിയയിൽ ഇത്രയും പോപ്പുലേഷനും കുറവ് കേട്ടോ. നമ്മുടെ കേരളത്തിലുള്ള അത്രയും ആൾക്കാരേ ഉള്ളൂ മൊത്തം ഓസ്ട്രേലിയ. എന്നാൽ ഇന്ത്യയുടെ 7 ഇരട്ടി വലുപ്പവും ഉണ്ട് ഓസ്ട്രേലിയക്ക്. അങ്ങനെ നടുഭാഗത്തൊന്നും ആൾക്കാർക്ക് താമസിക്കാൻ കൊടുക്കരുത്. അമ്മ മരുഭൂമി താമസിക്കുമോ? മരുഭൂമിയിലൊക്കെ ആണെങ്കിലും മരുഭൂമി അല്ലേ വികസിച്ച് ഓരോന്നാകുന്നേ. അതെ, പക്ഷെ അവിടെ എണ്ണയുണ്ട്. നമ്മുടെ ഇവിടെ ഒന്നുമില്ല. ഒട്ടകം മാത്രമേ ഉള്ളൂ. ഖനനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഖനനം മൈനൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെയുള്ള നമ്മുടെ സൗദിയിലേക്കൊക്കെ കൊണ്ടുവരുന്ന എന്തോ ഒരു ക്യാമ്പസ് ഉണ്ടെന്ന് ഇവിടെ. ചാച്ചനാണോ വഴി പറഞ്ഞു കൊടുക്കുന്ന ആള്? ചാച്ച കറക്റ്റ് ആയിട്ടാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്. 6 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ക്ലിയർ ആയോ? തീരായില്ല. എത്ര നേരം കഴിയുമ്പോൾ തിരിയണമെന്ന് പറഞ്ഞു? കറക്റ്റ് ആയിട്ട് പറഞ്ഞു 350 മീറ്റർ. ഓ കറക്റ്റ്. ഇത് പോണ വഴിക്ക് ഞങ്ങള് നിമിഷ അവിടെ ആ സംഭവം ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങള് പറയാം കേട്ടോ. ഞങ്ങള് വന്ന വഴി തിരിച്ചു പോവാട്ടോ. നിമിഷ വഴിക്ക് ഒരു ആമേനെ കണ്ടു. അതെ, റോഡിന്റെ നടുക്ക് ഒരു ആമ ഇരിക്കുന്നത്. പിന്നെ ആമേനെ കണ്ടിട്ടുള്ളൂ. ഔസഫിന്റെ പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ. എന്ത് മൃഗങ്ങളെ കണ്ടാലും എടുത്തോണ്ട് വരുവാന്നുള്ളത്. കരളിലും ലിവറിലും ഹാർട്ടിലും താമസിക്കും. അല്ല ആമനെ അങ്ങ് കണ്ടാ മതി. ജയറാമിന്റെ കൊച്ചു ഇത് കൂട്ട് കണ്ട പോലെയാണോ? വലിപ്പം പറഞ്ഞാലാവോന്ന് അറിയില്ല. കോച്ചിനൊന്നും പോവില്ല. ആമ പയ്യെ പോവുള്ളൂ. ഇവിടെ ആമ കിടപ്പുണ്ട് കേട്ടോ. അത് ശരിയായിരുന്നു കേട്ടോ. നിമിഷനെ എല്ലാരും കുറ്റം പറഞ്ഞു വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സംഗതി ഓക്കെ ആയിരുന്നു. ആമ ഇവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ആമ കിടപ്പുണ്ടായിരുന്നു. ചാച്ചൻ ഇറങ്ങി വന്നിട്ടുണ്ട് ആമേനെ കാണാനായിട്ട്. ഇതേ കിടക്കണോ അമ്മേ? ഇതുണ്ടോ?
ദൈവമേ ഈ സാധനം കടിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. കണ്ണ് മാത്രം സംഭവിച്ചു തന്നിരിക്കുന്നു. ശരിക്കും കേട്ടോ നിമിഷനെ കണ്ടത് തെറ്റായിരിക്കും, നമുക്ക് വെറുതെ നോക്കാം, കളിയാക്കാം എന്നോർത്ത് സത്യത്തിൽ തിരിച്ചു വന്നു. ആമയല്ലെങ്കിൽ ഇവിടെ കളിയാക്കി കൊല്ലാൻ ഞാൻ ഇരുന്ന ആരും വിശ്വസിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞപ്പോഴും. ഇവിടെ വലിയ ആളുകൾ ചെയ്യൂ അത് വന്ന് കണ്ടതില്ലെങ്കിൽ നീ കരയൂന്നൊക്കെ പറഞ്ഞു. ആമ അല്ലെങ്കിൽ കാരണം കരയാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കിയായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ അമ്മയ്ക്ക് മക്കൾ 5 ഇത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് പോയാലോ? ഓരോരോ സാധനങ്ങളെ വഴുകിക്കൊണ്ട് ഇനി അടുത്ത കങ്കാരി കുഞ്ഞാ. ഇതുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ചെമ്മരിയാട്ടുകളെ കണ്ടോ ഇങ്ങനെ മേയാൻ വിട്ടേക്കുവാണ് കേട്ടോ. ഇങ്ങനെ മേഞ്ഞ് നടക്കും. എന്നിട്ട് കൂട്ടിലൊന്നും കയറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം അതുങ്ങളിതേ ഓടുന്ന കേട്ടോ. എന്തോ അപകടം പറ്റിയെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത്. എല്ലാം തിരിച്ചോടുന്നു. അമ്മേ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ അതുങ്ങളുടെ ജീവനും കൊണ്ട് ഓടി. നമ്മളിനി അതുങ്ങളെ എടുക്കാൻ ചെല്ലുന്നതാണെന്ന് ഓർത്തിട്ട് സ്കൂളിൽ ബെല്ലടിച്ചാടാ എല്ലാരും ക്ലാസ് കയറാൻ ഓടിയതാ. ഇത് നമ്മള് ഡാം എത്താറായി കേട്ടോ. ഇവിടെ ഒരു ചെറിയ റോഡ് വർക്ക് നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഫുള്ള് പണിയാണല്ലോ. ഇത് സൂക്ഷിച്ചു വേണം കേട്ടോ. അവിടെ ഒരു ലൈൻ അടച്ചിട്ടേക്ക് പാടി കണ്ടോ. നമ്മളിവിടെ ബ്രിഡ്ജ് പണി നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിത് ഈ ചെറിയ റോട്ടുകളെ വേണം കയറി പോകാനായിട്ട്. 20 കിലോമീറ്റർ സ്പീഡിൽ പോകത്തുള്ളൂ അല്ലേ. ബ്രിഡ്ജ് കേട്ടോ. ഇവിടെ അവർ പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ കുഞ്ഞ് ബ്രിഡ്ജ് പണിയുന്നതിന് എത്രയാണെന്നറിയാമോ? $2 മില്യൺ അതിന്റെ പ്രൊജക്ട് അവിടെ എഴുതി വെച്ചിരുന്ന അല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ അടുത്ത വർഷം വരുമ്പോ ആ പാലത്തെ കൂടെ ആയിരിക്കും വരുന്നത്. നമ്മൾ ഇന്നാളെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പൊളിച്ചിട്ടേക്ക് പറഞ്ഞേ. ബ്രിഡ്ജ് പണിയാനുള്ള തയ്യാറെടുപ്പുണ്ടാവും അല്ലേ. നമ്മൾ ഡാമത്തിൽ വരും കേട്ടാ. ഡാമത്തിൽ കണ്ടോ ഡാം. ഇവിടെ നിർത്തിക്കൂട്ടി പാർക്കിംഗ് ഉണ്ട് ഇവിടെ. സൂപ്പർ ഡാമാട്ടോ. നീ അടിപൊളി. നല്ല കാറ്റല്ലേ. വലിയ വെയിലില്ല കേട്ടോ അല്ലേ. വലിയ വെയിലില്ല കേട്ടോ. മിറ ഇത് എവിടെയാ ഇറങ്ങിയേക്കുന്നേ? ഇത് എന്നെ ഉടുപ്പാ ഇത്? നോക്കിയാലോടാ എക്കോ ഉണ്ടോന്ന്. ഇനി ഞങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്നാമേ? നമ്മൾ ഇതുവരെയും പറയാതിരുന്നൊരു കാര്യം പറയാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ ആദ്യമായിട്ട് റീൽസ് തുടങ്ങുന്ന ഇവിടെ വെച്ചാ കേട്ടോ. സത്യം നമ്മൾ ടിക്ടോക്കിലായിരുന്നു. ഞങ്ങളുടെ ടിക്ടോക്കില് നമ്മുടെ ഏത് സോഷ്യൽ മീഡിയയിലെ ഫസ്റ്റ് നമ്മുടെ റീൽ ഇവിടെ ആയിരുന്നല്ലേ അമ്മ. അപ്പം അമ്മ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ റീല് നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങി. നമ്മൾ ഓർക്കുന്നുണ്ടോ? ഏതാ റീൽ എന്ന് ഓർക്കുന്നുണ്ടോ? ജയ് 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 ഹേ ഞങ്ങളുടെ ഫസ്റ്റ് റീല്. അതെ അതെ അതെ. അത് ഞങ്ങൾ ആദ്യം ടിക്ടോക്കിലാട്ടോ കേട്ടോ. ഞങ്ങൾ ടിക്ടോക്ക് ആദ്യം തുടങ്ങിയത്. നമ്മൾ ആദ്യം ടിക്ടോക്കിലായിരുന്നു വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ടിക്ടോക്കിൽ വീഡിയോ ഇട്ടിട്ട് എത്ര നാളായല്ലേ? കുറേ നാളായിട്ടോ ടിക്ടോക്കിൽ വീഡിയോ ഇട്ടിട്ട്. കാരണം ഇൻസ്റ്റയിലും യൂട്യൂബിലും നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ടിക്ടോക്കിൽ അധികം ഇടാറില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളാക്കിയ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അല്ല. നമ്മൾ ഒരിക്കലും റീലിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാത്ത സമയത്ത് നമ്മളൊരു തമാശക്കൊരു റീലെടുത്ത് അതെ അതെ. അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങള് പിന്നെ ഓരോന്നോരോന്ന് എടുത്തിട്ടു. അങ്ങനെ എല്ലാരും ഞങ്ങളെ അംഗീകരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വേറൊരു സ്ഥലമുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട്. നമ്മൾ അവിടെ നിന്ന് പൊതിച്ചോറ് കഴിക്കാൻ പോകുന്നല്ലേ. അവിടെ നിന്ന് നമ്മൾ റീൽസ് എടുത്തിട്ടുണ്ട്. ആ റീലും ഭയങ്കര ഹിറ്റ് ആയിരുന്നു കേട്ടോ. അവിടെ ചെല്ലുമ്പോ വേറൊരു പ്രത്യേകത ഉണ്ടാ. അവിടെ ചെല്ലുമ്പോ നല്ല കങ്കാരു ഉണ്ട്. ഇഷ്ടംപോലെ കങ്കാരു ഉണ്ട് അവിടെ. കങ്കാരികളെ കാണാം അല്ലേ. കങ്കാരുവിനെ കാണിച്ചു തരാം കേട്ടോ. തൊട്ടടുത്ത് കങ്കാരികളെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഡാം നോക്കി എന്തൊരു നീളം നോക്കി. ഇവിടെ ഭയങ്കര നല്ല സൂപ്പർ ഒരു ഡാം കേട്ടോ. എവിടുന്ന വെള്ളം വരുന്നില്ല ഇത്രയും വെള്ളം അല്ലേ. ഇതുണ്ടോ കുസൃതി കാണിക്കുന്നുണ്ടോ. ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഈ മിറേനെ കൊണ്ട്. റീവൂട്ടിന് ഉറങ്ങുമോ കേട്ടോ വണ്ടിക്കകത്ത്. എടുത്തിട്ടില്ല. പൊന്ന 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 മിറ ഇത് കണ്ട ഞങ്ങളുടെ റീപ്പോർട്ടർ എണീറ്റ് കേട്ടോ. റീപ്പ് പേച്ച് പോയോടാ. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ. കണ്ണു തുറന്നില്ല. ഉറക്കത്തില അമ്മ ഉറക്കത്തില. ഞങ്ങളങ്ങനെ പയ്യെ ഇവിടുന്ന് പോകാൻ തുടങ്ങാണ് കേട്ടോ.
ഡാമിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അടുത്ത സ്ഥലത്താണ് കങ്കാരികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇഷ്ടം പോലെ കങ്കാരികളെ കാണാം. നമുക്ക് ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ, ഒക്കെ ഉണ്ട് കേട്ടോ അമ്മ. ആ നിമിഷം വയ്യ പുറയിലേക്ക് കയറി കേട്ടോ. അടി റീവേ ഡാഡി വിളിക്കണടാ. നമ്മളങ്ങനെ നമ്മുടെ അടുത്ത സ്ഥലത്തെത്തി കേട്ടോ. ഞങ്ങളുടെ സെക്കൻഡ് റീൽ ഇവിടെ നടന്നു. അമ്മ ഓർക്കുന്നുണ്ടോ? പിന്നെ ബ്ലൂപ്പർ, അവിടെ ഒരു ബ്ലൂപ്പർ വന്നിട്ടോ. ഈ ഇവിടെ അവിടെ ഉള്ള ഏതോ ഒരു മരത്തെ ഇരുന്ന് നമ്മൾ ഡാൻസ് കളിച്ചിട്ട് അത് പൊട്ടിപ്പോയി അല്ലെ. ആ കമ്പേ കിടന്നോണ്ട് ഞാൻ കിടന്നോണ്ട് ആടി ഇപ്പൊ ആ കമ്പ് ഇരിഞ്ഞു പോകുന്നു, പൊട്ടിപ്പോയി. അത് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു കേട്ടോ അല്ലേ. ഇവിടെ അമ്മയൊക്കെ ഇവിടെ ഓൾറെഡി കയറി ഇരുന്ന് കേട്ടോ, പിക്നിക്ക് പോലെ. അമ്മ ഇവിടെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോവാമേ. സംഭവം എന്നാ അറിയോ? ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മളിപ്പം ഇവിടെയാണ് കേട്ടോ, ഈ ആദ്യം കാണുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ വണ്ടിയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് ഇതിന്റെ അകത്തൂടെ മൊത്തം കയറി എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നല്ല ഒത്തിരി ലുക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക്. അമ്മ ആദ്യമേ ഇവിടെ ഇതാ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ കയറി വിരിച്ചോട്ടെ. ഞാൻ അകത്ത് കയറി ചോദിച്ചിട്ട് വന്നപ്പോഴത്തേക്കും എന്നാണെങ്കിൽ നമുക്ക് പയ്യെ കയറി കങ്കാരിനെ കണ്ടിട്ട് പോവാം. ഞങ്ങളങ്ങനെ കങ്കാരുക്കളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേ ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ഇവിടെ നമ്മളെ കാണുമ്പോൾ ശരിയാ, നമുക്ക് പോയി പറ്റുന്നത്ര അടുത്ത് പോയി എടുക്കാമേ. ചാച്ചൻ പറഞ്ഞിട്ട് ചാച്ചനാണെങ്കിൽ കങ്കാരിനെ അടുത്ത് കണ്ടിട്ടില്ല ഇതുവരെ. അന്ന് കണ്ടതുള്ളൂ അല്ലേ. നമ്മളെ കണ്ടത് അവന്മാർ ഓടി തുടങ്ങി കേട്ടോ. ഓട്ടം നോക്കി, എന്നെ ഓട്ടം നോക്കി. എടാ പേടിക്കണ്ട, ഞങ്ങളൊന്നും ചെയ്യത്തില്ലടാ. എല്ലാരോടും സ്ഥലം വിട്ടറാ. എവിടെ രണ്ടുപേരും നിപ്പണ്ടാ, ധൈര്യവാന്മാര് രണ്ടുപേരും. രണ്ട് ധൈര്യശാലികൾ നിപ്പുണ്ട്. അവന്മാർ ഓടോന്ന് നോക്കാം കേട്ടോ. എടാ ഓടരുത് കേട്ടോ. അവന്മാര് ഓട്ടം തുടങ്ങി കേട്ടോ. അവന്മാരും പേടിച്ചോടി പോയല്ലോ അമ്മേ. ചാൾസ് ശോഭരാജിൽ മാത്രം നമ്മൾ ധൈര്യം കണ്ടിട്ടുള്ള പുല്ല് തിന്നാൻ വേണ്ടി വന്നേക്കണം കേട്ടോ അവന്മാര്. നോക്കി ഇത് കണ്ടോ, ഒരു ഇങ്ങനത്തെ കല്ലാട്ടോ അമ്മ മൊത്തം ഈ നിലത്ത് കിടക്കുന്നേ. അതായത് മണ്ണിന്റെ അടിയിലേ. അമ്മ കിട്ടിയോ? കടലിന്റെ അടി കിടക്കല്ലേടാ. അതെ അതെ അതെ, അതുകൂടി സാധനം. ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഒത്തിരി മൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഗോൾഡിന്റെ മൈനും അല്ലാത്ത കോളിന്റെ മൈനും എല്ലാം ഉണ്ട് കേട്ടോ. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ് കേട്ടോ നമ്മുടെ ഓസ്ട്രേലിയ. അപ്പോൾ എനിക്ക് പല്ല് പറിക്കുമ്പോ പല്ലിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ഈ ഇതിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ. നിങ്ങൾ ഇതുണ്ടോ നിമിഷം നിനക്കത് ഞാൻ സ്പെഷ്യൽ കല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. കേൾക്കൂല, ഇവിടെ മൊത്തം ഇങ്ങനത്തെ കല്ല. ആ നമ്മളപ്പോ ഇതിന്റെ അകത്തേക്ക് കയറി വന്നാലുണ്ട്. അകത്തേക്ക് കയറിയപ്പോ ഇഷ്ടംപോലെ ക്യാമ്പിങ്ങിനുള്ള സ്ഥലങ്ങളുണ്ടല്ലേ. നമുക്കിവിടെ ഇങ്ങനെ താമസിക്കാട്ടോ. താമസിച്ചിട്ട് ഇങ്ങനെ ലേക്ക് നോക്കി രാവിലെ നമ്മൾ എണീക്കുമ്പോഴൊക്കെ ഇങ്ങനെ ലേക്കും കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. സൂപ്പർ കേട്ടോ. നമുക്ക് ഒരു ദിവസം ഇവിടെ വന്ന് അക്കോമഡേഷൻ എടുക്കണം കേട്ടോ. ഇല്ല ഇവിടെയൊക്കെ ബാർബിക്യൂ ചെയ്യാനുള്ള സ്റ്റേഷൻ കണ്ടോ. ഇവിടെ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ. അമ്മ ഇവിടെ നിന്ന് പോയിച്ചോറ് കഴിക്കണോ? അപ്പുറത്തെ ഒരു പാർക്ക് പോലെ സംഭവം, അവിടെ പോയി കഴിക്കാം അല്ലേ. നമ്മുടെ ഫ്രണ്ടിൽ ഇത് നല്ല കങ്കാരിക്കുട്ടന്മാര് വന്ന് ചാടിക്കണോ. അമ്മ ഓടും ചാച്ചനൊരു ഫോട്ടോ എടുക്കണം ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇതൊന്ന് ചാടിക്കണം കേട്ടോ. ഹലോ ഹലോ ഞങ്ങളൊന്ന് പാസ് ചെയ്ത് പൊക്കോട്ടെ. കടല് പോലെ ഉണ്ടല്ലോ ചാ. ഓ ഇതാട്ടോ നമ്മള് കണ്ട നിങ്ങൾ നേരെ നോക്കിയാൽ കാണാം കേട്ടോ. ആ വണ്ടിയിൽ ബോട്ട് കയറ്റി ഓർക്കും അങ്ങാണ്ട് ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു ആ വണ്ടി ബോട്ട് ഇറക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ തന്നെ വണ്ടി റിവേഴ്സ് ഇട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മുടെ ബോട്ട് ഈ ലേക്കിലേക്ക് നമുക്ക് ഇറക്കാം കേട്ടോ അല്ലേ. എന്തൊക്കെ സംവിധാനങ്ങളല്ല ചാ. എല്ലാവരുടെ വീട്ടിലും ഒരു ബോട്ട് കാണും. അവര് ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ ലേക്കിൽ കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. ഇതുണ്ടോ ബോട്ടും കൊണ്ട് ഒരുത്തും കയറി പോകുന്നുണ്ടോ. കുഴച്ചിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു കയറ്റുവാണല്ലോ ചാ. എന്ത് സുഖല്ലേ. നമുക്ക് ഭാവിയിൽ ഒരു ബോട്ട് മേടിക്കണം കേട്ടോ. വലിയ പാടുള്ള കേസൊന്നും അല്ല കേട്ടോ അമ്മേ. അത് ശരിയാടാ. നമുക്ക് നാട്ടിൽ പോകുമ്പോ കൊണ്ടുപോയി കനാലിൽ ഓടിക്കാം. എല്ലായിടത്തും ഈ ബോട്ടും കൊണ്ട് ഇവര് പോകും കേട്ടോ. ഓസ്ട്രേലിയ മൊത്തം ഇതുപോലെ ബോട്ടും കൊണ്ട് നടക്കും ഇവര്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഇതുണ്ട് ആഫ്രിക്കയിൽ കണക്കൂട്ട് മരം പോലെ ഉണ്ടല്ലോ അല്ലേ. ഇത് ഈ മരം ചൂട്. അതെ 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 അതെ.
സൂപ്പർ മരം കേട്ടോ. അവിടെ നമുക്ക് നല്ല ഡാമിൻ്റെ വ്യൂ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിമിഷ നമ്മുടെ റീവൂട്ടിനെ പ്രാമി കയറ്റിട്ടോ. അതിൻ്റെ തൊട്ട് പോലൊരു ചെറിയ പൂളുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പം പൂളിലൊന്ന് ചാടിക്കാമല്ലോ മെറേനയൊക്കെ ഇറക്കടാ. മെറേനെ ഒന്ന് പൂളിൽ ഇറക്കണ്ട. അവൾക്കാണെങ്കിൽ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ തൊട്ട് ഇദ്ദേഹം ഉണ്ടോ പാർക്കുണ്ട് കേട്ടോ. ചെറിയൊരു പാർക്കല്ല, ഒരു ചെറിയൊരു സ്ലൈഡ് ഉണ്ട് കേട്ടോ. ചാച്ചൻ പൊതിച്ചോറ് അങ്ങനെ കഴിച്ചോട്ടെ. ചാച്ചാ എന്നെ പണി കാണിച്ചു, ഞങ്ങളെ വിളിക്കാതെ പൊതിച്ചോറ് കഴിച്ചോ. അയ്യവാ എന്നെ വേണം. എല്ലാരും ഇവിടെ ആക്രാന്തം പിടിച്ച് കഴിക്കാൻ പോകാൻ കേട്ടോ. വിശക്കാൻ തുടങ്ങി ഒരു രക്ഷയില്ല. ഓർക്കുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒറ്റ മണിക്കൂർ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയമായി കേട്ടോ. നോക്കി അമ്മേ ഓടി പോളി. ഞങ്ങളുടെ മീരയുടെ ചോറാണല്ലോ ഇത്. ഇത് ഞങ്ങളുടെ മീരയുടെ ചോറാണോ? സ്ലൈഡ് കയറ്റണ്ട, ആടെ കയറ്റാം. ഇത് അമ്മമ്മ കഴിച്ച് കഴിയുമ്പോൾ ആടെ കയറ്റാം. ചമ്മന്തിയൊക്കെ ഇട്ട് തിന്നുന്നതിന്റെ സുഖം. സൂപ്പറല്ലേ? ചമ്മന്തി മുട്ട അച്ചാറ് മാത്രം മതിയായിരുന്നു തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അവിടെ സ്കൂളിലൊക്കെ പോയിരുന്ന് കഴിക്കൂലേ, അതുപോലെ വന്നു. അല്ലേ? റീപ്പിനിരിക്കുന്നുണ്ടോ? കാലമേ കാലമേ കയറ്റി വെച്ചിട്ടുണ്ട് ഇരിപ്പ്. ആണല്ലേ? ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നതായിരിക്കും കേട്ടോ. ഞങ്ങൾ ഞാൻ കഴിക്കാൻ പോവാണേ. എൻ്റെ മുട്ട പൊരിച്ചതും ചോറും ഇച്ചിരി മോരുകറി എടുത്തരാവോ? അതെ അതെ അതെ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഭയങ്കര വെയിലായിരിക്കും. ഇന്ന് നല്ല വെയിൽ കുറവുണ്ട് കേട്ടോ. ഒരു ഭാഗം ഞാൻ കഴിക്കണേ. ആഹാ, ചെറിയ മുട്ട പൊരിച്ചു. ചമ്മന്തി കൂട്ടിയോടാ. അടിപൊളി. മുട്ട ചോറുണ്ടോ? ചോറുണ്ടോ? ഈ മാങ്ങാച്ചാറ് ഭയങ്കര ടേസ്റ്റാട്ടോ. മാങ്ങാച്ചാറിനും മുട്ട പൊരിച്ചതിനും ചമ്മന്തിക്കും ഒക്കെ പ്രത്യേക രുചി. ഏതിനാ രുചി കുറവെന്ന് പറയാൻ പറ്റുന്നില്ല. ഒന്നും പറയാൻ പറ്റില്ല, നല്ല ടേസ്റ്റ്. കാബേജ് സൂപ്പർ അല്ലേ? ആഹാ എന്നാ രുചി. ഞാൻ അമ്മയോട് കുറച്ച് ചോറിട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഖേദിക്കുന്നു. എനിക്കും തോന്നിച്ചിട്ട് ചോറ് വേണമായിരുന്നു. നല്ല വിശപ്പ്, നല്ല വിശപ്പ്, നല്ല ടേസ്റ്റ്. എടാ ഓടിവേടാ, അതേ കങ്കാരു ഇരിക്കണു. കങ്കാരു 3 പേരും നമ്മള് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നുണ്ടോ നോക്കിയിരിക്കും കേട്ടോ. കങ്കാരിന്റെ വയറ്റിലെ കുഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേട്ടോ കുഞ്ഞിന്റെ കൈ കണ്ടോ നീണ്ടിരിക്കണേ. കൈ അല്ലേ? ശരി അടി കുഞ്ഞിനെ ഒന്ന് കാണിച്ചടി പെണ്ണേ. കുഞ്ഞിനെ ഒന്ന് കാണിച്ചടി പെണ്ണേ. ആ കുഞ്ഞിനെ കൊണ്ട് സ്ഥലം വിട്ടു. ഇനി ആരെങ്കിലും ഡബോയ്ക്ക് വരുന്നുണ്ടേ ഇതേ ഇവിടെ പറഞ്ഞ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അതെ, നിമിഷം ഇതിലടി ഇതിലെ അതതിന്റെ എൻട്രൻസ്. മെറക്കോട്ടെ നമ്മളങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് അതെ അതെ മെറക്കോട്ടെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചാടിക്കാൻ പോകാം. ഞങ്ങൾ പൂളി പയ്യെ ചാടിക്കാൻ പോകാൻ കേട്ടോ. അതുപോലെ ഇത് നമുക്ക് വലിയവർക്കുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതുകൊണ്ട് അതേപോലെ നമുക്കുള്ള സ്ലൈഡ് ഉണ്ട്. സ്ലൈഡ് കാര്യങ്ങൾ അവിടെ തപ്പ താഴെ ഒരു പൂള് കാണുമല്ലോ. ഉണ്ട്, അത് നമ്മുടെ പൂളുണ്ട് താഴെ. അതല്ലേ? ഇത് ഭയങ്കര വലിയൊരു സ്ലൈഡാണ് കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തിൽ പോയി ചാടും. സത്യത്തിൽ നമ്മള് ചെറിയൊരു ഞാൻ ചാടാൻ പോവാ. ആണോടാ? ഞാൻ ചാടാൻ പോവാ. നീ വേറെ ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നുമില്ല, ഡ്രസ് ഒന്നും കൊണ്ടുവന്നില്ല. വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ. $15 ഇവിടെ എൻട്രി ഫീസ്. ഇവിടെ അകത്ത് കയറി $15 കൊടുത്താണ്. നിങ്ങൾക്ക് ഇത്രയും ഫെസിലിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ദിവസം മുഴുവൻ രാത്രി 10 വരെ ഇരിക്കും അല്ലേടാ? 10 വരെ ഇരിക്കാം. രാത്രി 10 വരെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം അല്ലെ? ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലും നല്ല ലൊക്കേഷൻ എന്നാ ഉള്ളത്. അതെ, നമുക്ക് ഒരു നൈറ്റ് വേണമെങ്കിൽ അതുപോലെ ഓരോ വീട് കിട്ടും, അതുപോലെ ഓരോ ക്യാബിൻ കിട്ടും. നമുക്ക് അവിടെ താമസിക്കാം. അതിനും $150 പിന്നെ നമുക്ക് കഫേ ഒന്നും ഇന്നില്ല കേട്ടോ. നമ്മുടെ ചായ കൂടി ഒന്നും നടക്കില്ല. വെള്ളി ശനി ഞായർ മാത്രം ഇവിടെ കഫേയും മറ്റേ അങ്ങനത്തെ ചെറിയ ചെറിയ സ്നാക്സ് കിട്ടുന്ന സംഭവങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. അത്ര ഉള്ള കേട്ടോ. അത് നോക്കി വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ. നിമിഷം ഞാൻ ചാടാൻ പോവാടി, ഞാൻ ചാടാൻ പോവാ അമ്മേ. എന്നടാ? അപ്പൊ ഒന്നും പറയാനില്ല അല്ലേ നിമിഷ? ചാച്ച ഒന്നും പറയാനില്ല കേട്ടോ. ഞങ്ങളുടെ ഓർമ്മകൾ ശരിക്കും നമ്മൾ പുതുക്കിന്ന് വേണം പറയാനായിട്ട്. നമ്മൾ ആദ്യം നമ്മുടെ റീൽസും നമ്മുടെ വീഡിയോകളെല്ലാം തുടങ്ങിയ സ്ഥലമാണ് ഇത്. ആ സ്ഥലത്ത് തന്നെ നമ്മളിതേ പിന്നീട് നമുക്ക് വരാൻ പറ്റിയല്ലേ? തീർച്ചയായിട്ടും. കുറച്ചുകൂടെ വെയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കട്ടെ. സാധാരണ വെയിൽ വരരുത് നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ തണുപ്പ് വരുന്നത് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് ചൂടും ഇവിടെ ഭയങ്കര തണുപ്പല്ലേ.
ഡാമിൽ നിന്നൊക്കെ നല്ല വെള്ളത്തിന്റെ ഒക്കെ അല്ലേ. അത് നമ്മൾ ഡ്രസ് ഒന്നും കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ 10 മണിയൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് ഇത്രയും ഇതാണെന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എന്നാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോ. റീപ്പൂട്ടൻ അവിടെ നല്ല പായലിരിപ്പുണ്ട്, മെനക്കൂട്ടൻ ഇപ്പുറത്ത് പൂളി കളിച്ചോണ്ടിരിപ്പുണ്ട്. ഞങ്ങളുടെ പൊന്ന് ഞങ്ങളിപ്പോൾ ഞാനും പയ്യതേ അപ്പുറത്ത് പൂളി ചാടാൻ പോകാൻ കേട്ടോ. നമുക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്താലേ. ഞങ്ങളിതേ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പൊതിച്ചോറൊക്കെ കഴിച്ച് ഞങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കണം, വയറ് മനസ്സ് നിറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്, അല്ല ആച്ചാ? നമുക്ക് ഒത്തിരി സന്തോഷമായി. നമ്മുടെ ഡബ്ബോയിൽ നിന്ന് അല്ലേ, ഇത്ര തൊട്ടടുത്ത് ഇത്രയും നല്ല സ്ഥലം, അധികം ദൂരമില്ല, വെറും കറക്റ്റ് 59 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഈ ഡെസ്റ്റിനേഷനിലേക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇനിയും വരൂല്ലമ്മ, ഞങ്ങളൊരു ദിവസം സ്റ്റേ ചെയ്യാൻ വരും കേട്ടോ. ഇതാണെങ്കിലും എന്ത് ഈ കുഞ്ഞു വീഡിയോ ഞങ്ങൾ ഇവിടെ ചോദിപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറക്കരുത്. നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ ചാച്ചാ നിമിഷ അമ്മ. ബൈ ബൈ.